16ാം നിയമസഭ തുടങ്ങിയതേയുള്ളൂ. അതിനുള്ളിൽ തന്നെ സഭയ്ക്കകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അടിയോടടി വെടിയോട് വെടി. മുമ്പ് ഭരിച്ച LDF സർക്കാരിന്റെ കാലത്തെ ഖജനാവിലെ ധനസ്ഥിതിയെക്കുറിച്ച് പുതിയ സർക്കാർ ഒരു ധവളപത്രം ഇറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷ കസേരയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ എറിഞ്ഞ ആദ്യത്തെ അമ്പ് തന്നെ സഭയിൽ വലിയ പുകലുണ്ടാക്കി. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടുപ്പിക്കാൻ നോക്കണ്ട, അത് വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പിണറായിയെയും കൂട്ടരും സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്താൻ തുടങ്ങിയതോടെയാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്യുമ്പോൾ ഒരു കീഴ്വഴക്കമുണ്ട്. അടിയന്തര പ്രമേയത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള മുന്നണിയിലെ അടുത്ത കക്ഷിക്കാണ് വാക്കൌട്ട് പ്രസംഗം നടത്താൻ അനുമതിയുള്ളത്. നിലവിൽ സഭയിൽ CPM-ഉം CPI കഴിഞ്ഞാൽ അംഗബലത്തിൽ 3 പേരുള്ള BJPക്കാണ് അടുത്ത സീറ്റ്. LDF ഘടകകക്ഷിയായ RJDക്ക് പ്രവീൺ എന്ന ഒരൊറ്റ MLA മാത്രമാണുള്ളത്. പുള്ളി കുറച്ചുകൂടി പിന്നിലാണ്. ചട്ടപ്രകാരം RJD MLA ആണ് സംസാരിക്കേണ്ടത്. എന്നാൽ അവിടെയാണ് കളി മാറിയത്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവായ BB ഗോപകുമാർ സഭയിലെ പുതിയ അംഗമാണ്. പുള്ളി സഭാ നടപടികൾ പഠിച്ചു വരുന്നതേയുള്ളൂ. വാക്കൌട്ട് പ്രഖ്യാപിച്ചതും ഗോപകുമാർ ചാടിക്കയറി പ്രസംഗിക്കാൻ തുടങ്ങി. പുള്ളി പുതിയ ആളായതുകൊണ്ട് ആവേശം മൂത്ത് സംസാരിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് തടയാൻ പോകാതെ ഒരു ഉദാര മനസ്കത കാണിച്ച് സംസാരിക്കാൻ ചെറിയൊരു സാവകാശം കൊടുത്തു. ഇത് കണ്ടതും പ്രതിപക്ഷ നിരയിൽ കനലൊരുങ്ങി. ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞ പിണറായി വിജയൻ തിരികെ വന്ന് സ്പീക്കറുടെ നേരെ വിരൽ ചൂണ്ടി ചട്ടം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങേക്ക് സഭയുടെ ദീർഘകാല പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. ഇതിപ്പോ ചട്ടലംഘനമായി പോയി. പുതിയ മെമ്പർക്ക് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അനുമതി നൽകിയത് ശരിയായില്ല. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാകും എന്നൊക്കെ പറഞ്ഞ് പിണറായി സ്പീക്കർക്ക് നേരെ അംഗം കുറിക്കാൻ നോക്കി. പണ്ട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സഭയിൽ എല്ലാവരെയും പേടിപ്പിച്ചു നിർത്തിയിട്ടുള്ള അതേ ഭാവത്തിലും രൂപത്തിലും തന്നെയായിരുന്നു മൂപ്പരുടെ നിൽപ്പ്. പക്ഷേ തിരുവഞ്ചൂർ കസേരയിൽ ഇരിക്കുന്നത് വെറുതെ അല്ലല്ലോ. പുള്ളി വളരെ ശാന്തനായി ചിരിച്ചുകൊണ്ട് പിണറായിക്ക് കൊടുത്തത് അന്തം വിട്ടു പോകുന്ന ഒരു മറുപടിയാണ്. സ്പീക്കറുടെ മാസ് മറുപടി അദ്ദേഹത്തിന് സഭയിൽ ആദ്യമായിട്ട് വരികയാണ്. ഒരു പുതിയ മെമ്പർ സഭയിൽ വന്ന് ആദ്യമായി ഒരു സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ തന്നെ അത് അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് ശരിയല്ല. എന്റെ പാരമ്പര്യം എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഇതിൽ നമ്മൾ ഇത്ര വലിയ ശത്രുത കാണിക്കേണ്ടതുണ്ടോ? ഇത്തിരി ഉദാരമനസ്കത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ആയിക്കൂടെ എന്ന്. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ തമ്മിൽ തല്ലാൻ നിൽക്കാതെ പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത് എന്ന് തിരുവഞ്ചൂരിന്റെ ഈ തഗ് മറുപടി കേട്ടതോടെ പിണറായി വിജയന്റെ മുഖം ഇരുണ്ടു. തന്നെ ചട്ടം പിടിപ്പിക്കാൻ വന്ന പ്രതിപക്ഷ നേതാവിന്റെ വായ സ്പീക്കർ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് അടപ്പിച്ചു കളഞ്ഞതാണ് സഭ കാണുന്നത്. അവിടെ RJD MLA പ്രവീണിന് മൈക്ക് കൊടുത്തിട്ടുണ്ട്. വാക്കൌട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് തിരുവഞ്ചൂർ സഭാ നടപടിയിലേക്ക് കടന്നതോടെ പിണറായിക്കും കൂട്ടർക്കും അങ്ങോട്ട് മിണ്ടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി. പണ്ട് ഭരണം കയ്യിലിരുന്നപ്പോൾ കാട്ടിയ അഹങ്കാരമൊന്നും ഇപ്പോൾ സഭയിൽ നടക്കില്ലെന്നും സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുന്നത് തിരുവഞ്ചൂരാണെന്നും പിണറായിക്ക് കൃത്യമായി മനസ്സിലായ ദിവസം കൂടിയായിരുന്നു അത്. Different angles. Don't forget to subscribe and support this channel.